എന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റോറി ടൈം വീഡിയോ തന്നെയാണ്. ഇത് പിള്ളേർ നടന്ന ഒരു സ്റ്റോറി ടൈം വീഡിയോ ആണ്. പിള്ളേർ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര രസമുള്ള സ്റ്റോറി ടൈം വീഡിയോ ആണ്. എന്നപ്പോൾ എന്താ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തിനു വേണ്ടെങ്കിലും നമ്മളെ അസുഖങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കണോ? അപ്പോൾ മനസ്സിലുണ്ടല്ലോ എന്തൊക്കെ കാണുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്ത് പോയി. എൻ്റെ കഷ്ടകാലത്തിന് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് പോയി. എന്നപ്പോൾ എന്തൊക്കെ നടന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം കഥ തുടങ്ങുന്നത് ഒരു തേഴ്സ്ഡേ 4:30 ടൈമായിട്ടുണ്ടാവും. ആ ടൈമിന് ഞാൻ അസറ് നിസ്കരിക്കാൻ ഉള്ളെടുത്ത് വന്ന് നിസ്കരിക്കാൻ പോവുക. അപ്പോഴാണ് ഞാൻ എൻ്റെ കാല് ശ്രദ്ധിച്ച്, എൻ്റെ ലെഫ്റ്റ് കാലം ശ്രദ്ധിച്ച്. അപ്പോഴാണ് അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് ഡോട്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചെന്തോ ചളിയത്തായിരിക്കും, അന്നപ്പോൾ പോക്കി തരാൻ വെച്ച്. അന്നപ്പോൾ ഞാൻ പിന്നെ അവിടെ പോയി കാല് കിക്കാൻ തുടങ്ങി. അത് കാല് കിക്കി എത്ര കിക്കിയിട്ട് ബ്ലാക്ക് ഡോട്ട് പോകുന്നില്ല. എത്ര കിക്കി എന്നിട്ടും പോയില്ല. ലാസ്റ്റ് ഞാൻ കൈയിനോട് മാന്താൻ തുടങ്ങി അവിടെ, എന്നിട്ടും പോയില്ല. പിന്നെ ഞാൻ സഹി കെട്ട് ബെഡിലോട്ട് പോയി കാൽമേൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോഴാണ് മനസ്സിലാവുന്നത് കാലിൻ്റെ അടി ഫുള്ള് ബ്ലാക്ക് ഡോട്ട് ഓരോ സൈഡിലും ചെറുത് വലുത് അങ്ങനെയുള്ള ഡോട്ട് നിറഞ്ഞെടുക്കുക. മറ്റേ കാലിൽ നോക്കിയപ്പോൾ മറ്റേ കാലിൻ്റെ അടിയിലും ഇതേമാതിരി ചെറുത് വലുതായിട്ടുള്ള ഡോട്ട് ഇങ്ങനെ നിറഞ്ഞെടുക്കണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിക്കാം ഇത് ഇതുവരെ കണ്ട സാധനമാണല്ലോ. സാധാരണ ഇൻഫെക്ഷനൊക്കെ ആവുകയാണെങ്കിൽ, ഇൻഫെക്ഷൻ അല്ല എന്തെങ്കിലും അലർജി ഒക്കെ വരികയാണെങ്കിൽ ഈ ഡോട്ട് വരില്ലല്ലോ, ബ്ലാക്ക് ഡോട്ട് വരില്ലല്ലോ. അതപ്പോൾ പിന്നെ ചിന്തിക്കുക ഫംഗൽ ഇൻഫെക്ഷനാണ്. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ആകുമ്പം ചൊറിയൊക്കെ വരും. അങ്ങനെയായിട്ട് ഞാൻ കേട്ടേ. വേറെ എന്തോ ചൊറി ഇല്ലാത്ത എന്തോ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ചിന്തിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നേരെ ഉമ്മനെ പോയി കാണിച്ചു. അപ്പോൾ തന്നെ ഉമ്മ ടെൻഷനാകാൻ തുടങ്ങി. എന്തായാലും ടെൻഷനാണെന്ന് ഉറപ്പായിരുന്നു, കാരണം ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ അല്ലേ കാണുന്നത്. അതപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ച് പിന്നെ എന്തൊക്കെ ചിന്തിക്കാം. പിന്നെ അടുത്തതാണ് നേരെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നേരെ തന്നെ ഗൂഗിൾ എടുത്തു, അതിൽ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആക്കി നേരെ കാലിൻ്റെ ഫോട്ടോ ക്ലിക്ക്. ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന എന്തോ അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട്. പിന്നെ അടുത്തത് ക്യാൻസർ, മെലനോമ. പിന്നെ വേറെ എന്തോ അടുത്തത്. അങ്ങനെ പല സാധനങ്ങളും വന്ന് അപ്പോൾ തന്നെ എൻ്റെ കിളി പറന്നങ്ങോട്ട് പോയിക്കിന്. പിന്നെ അതിനെ കണ്ടില്ല. ഞാനും ടെൻഷനാകാൻ തുടങ്ങി. എനിക്കൊരു ടെൻഷൻ, ആയാലും ടെൻഷൻ കാണിക്കാത്തില്ലല്ലോ, വേറെ കാര്യമല്ലേ. അപ്പം ഞാൻ ഓരോ എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. പിന്നെ അപ്പോൾ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ട് അവിടെ എത്തി. ബില്ലൊക്കെ ആക്കി, ബില്ലല്ല എന്തെങ്കിലും ആരെ കാണിക്കുന്ന പോലൊക്കെ ആക്കി നേരെ നമ്മൾ ഡോക്ടറെ മുന്നിലെത്തി. അപ്പം ഡോക്ടർ കണ്ട് ഡോക്ടറിനെ ഇങ്ങനെ നോക്കുക. ഡോക്ടറിന് മനസ്സിലായില്ല. ഞാൻ ഡോക്ടർ ഫസ്റ്റ് തന്നെ ചോദിച്ചു, കാലിൽ ചെരുപ്പില്ലാണ്ട് എവിടെയെങ്കിലും നടന്നീനെന്ന് ചോദിച്ചു. ഇൻ്റർലോക്കിൽ അങ്ങനെ എന്തോ. ഡോക്ടർ ഇങ്ങനെ കുത്തി ചോദിക്കുക, എവിടെയെങ്കിലും നടന്നണോ ഓർത്തോക്ക് അങ്ങനെ പറഞ്ഞ്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഓർമ്മ വന്നത്, നമ്മൾ കെമിസ്ട്രി ലാബിൽ ബെയർ ഫുട്ടാണ് നടക്കൽ, ചെരുപ്പില്ലാണ്ട് നടക്കൽ. പിന്നെ നേരെ ഡോക്ടർ പറഞ്ഞു അതാണ് റീസൺ. എന്നപ്പോൾ അത് ഡോക്ടർ പറഞ്ഞാൽ അതായിരിക്കും, അല്ലാണ്ട് വേറൊന്നും ഞാൻ കാണില്ല. എന്തായാലും ഒരു അസുഖത്തിന് വരണമെങ്കിൽ അത് പെട്ടെന്ന് വരില്ല. നിങ്ങൾ പെട്ടെന്നുള്ളത് കണ്ട് അത് പെട്ടെന്ന് വരില്ല, അത് സാവധാനം വരികയുള്ളൂ. നിങ്ങൾക്ക് വേറെന്തോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറല്ലോ കാണിച്ചത്. ഫസ്റ്റ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുണ്ട്, അതുപോലെ കാണിച്ചു ഫസ്റ്റ്. അപ്പോൾ ആ സംശയം കംപ്ലീറ്റ്ലി തീർക്കാൻ നമ്മൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, ഞാൻ മാത്രമല്ലല്ലോ കെമിസ്ട്രി ലാബിൽ ചെരുപ്പിടാൻ നടന്നത്, ബാക്കി എൻ്റെ അണ്ണാച്ചിൽ നടന്നിട്ടുണ്ടാവില്ലേ, അണ്ണാച്ചിൽ എൻ്റെ ഫ്രണ്ട്സ് നടന്നിട്ടുണ്ടാവില്ലേ. എന്നപ്പോൾ ഞാൻ നേരെ ഒരു അണ്ണാച്ചിനെ വിളിച്ച്, അല്ല എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച്. എന്നപ്പോൾ ഞാൻ നേരെ പറഞ്ഞ് മുന്നോട്ട് ചെരുപ്പൂര്, ഇതൊക്കെ ഫോണിലായിട്ട് സംസാരിക്കുന്നത്, മുന്നേ അറിയില്ല എന്താന്ന്. ഞാൻ നേരെ ചെരുപ്പൂര് കാലിൻ്റെ അടിയിൽ നോക്കാറുണ്ട്. എന്നപ്പോൾ അവൻ കാലിൻ്റെ അടിയിൽ നോക്കി ബ്ലാക്ക് ഡോട്ട് ഉണ്ട്. എന്നപ്പോൾ അവൻ പറഞ്ഞ് അത് ചളിയായിരിക്കും, ഞാൻ ചളി കൂടെ നടന്നിന്, അത് തൈക്കായണ്ട. ഞാൻ പറഞ്ഞു മാന്തി വെക്കുക പോകണ്ട നോക്കാറുണ്ട്. എന്നപ്പോൾ മാന്തി വെക്കുക പോവില്ല, ഇത്ര മാന്തിട്ട് പോവില്ല. ലാസ്റ്റ് ഇപ്പോൾ ഓനും ടെൻഷനാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് അത് കെമിസ്ട്രി ലാബിൽ നിന്നായാന്ന്. എന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതപ്പോൾ എനിക്കൊരു സമാധാനമായി, എൻ്റെ കൽമേലുണ്ടല്ലോ, രണ്ടാക്കുണ്ടല്ലോ. എന്നപ്പോൾ വേറെ സമാധാനമായി. അത് ഞാൻ നേരെ അമ്മനെ പറഞ്ഞ് സ്കിന്നിൻ്റെ ഡോക്ടറെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് തിരിച്ചു പോവാം. നേരെ നമ്മൾ തിരിച്ചെത്തി. ഞാൻ പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് ചോദിച്ചു നോക്കി. അതപ്പോൾ ഓരൊന്നും അറിഞ്ഞില്ല ഇതുള്ള കാൽമേലുള്ളത്. അപ്പോൾ എല്ലാവരും കാലം നോക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും കാൽമേലുണ്ട്, ചെറുത് ആണെങ്കിലും ഉണ്ട് സാധനം. എന്നപ്പോൾ ഉറപ്പായി കെമിസ്ട്രി ലാബിൽ നിന്നായെന്ന്. എന്നപ്പോൾ എല്ലാവരും കാൽമേലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. എനിക്കറിയാമല്ലോ അങ്ങനെ ഉണ്ടാവുക. എന്നപ്പോൾ അടുത്തത് പറഞ്ഞാൽ ഞാൻ നേരെ സെർച്ച് ചെയ്ത് ആരാണ് ഈ കഥയിലെ വില്ലൻ, അപ്പോൾ ഏത് ആസിഡാണ് ഇത് ഉണ്ടാക്കിയത്. ആ നേരെ ChatGPT എടുത്ത് നോക്കി. എന്നപ്പോൾ നമ്മളെ വില്ലനായിരുന്നു, തന്നെ ആസിഡായിരുന്നു, സിൽവർ നൈട്രേറ്റ്. അപ്പോൾ ഏതോ ഒരു അണ്ണാച്ചി കള്ള ലാബിൽ നിന്ന് സിൽവർ നൈട്രേറ്റ് ചിന്തി, അതെല്ലാവരും കാൽമേലുമായി.
എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടി വന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ട്, ഞാനല്ലാണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഗൂഗിൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ആയിട്ട് പോവുക, മൈൻഡൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോവുക. കാരണം ക്യാൻസറിൻ്റെ ഇതിൽ കൂടെ ഒക്കെ ഗൂഗിൾ നമ്മളെ കൊണ്ടുപോകും. അപ്പോഴൊക്കെ നമ്മൾ അത് മൈൻഡ് വെക്കാണ്ട് പോവുക. പിന്നല്ലേ ചിലപ്പോൾ ക്യാൻസർ ഉള്ളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടായാൽ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടി വന്നാൽ എൻ്റെ മാതിരി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക. പേടിയില്ലേ, എന്നാലും ഒരു സുരക്ഷയ്ക്ക് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്യുകയാണെങ്കിലും ഒന്ന് പ്രിപ്പയർ ആയിട്ട് സെർച്ച് ചെയ്യുക. കാരണം അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവണം. എന്നപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ കാലിൻ്റെ മറ്റേ ബ്ലാക്ക് ഡോട്ടില്ലേ, അത് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ആഴ്ച കഴിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പോയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറിക്കാൻ കഴിയുന്നുണ്ട്, ഇങ്ങനെ പറിച്ചാൽ പോരും ബ്ലാക്ക് ഡോട്ട്. കുറേ കഴിഞ്ഞാൽ നമ്മളെ പിന്നെ സ്കിന്ന് ഷെഡ് ആവില്ല, അങ്ങനെ അത് പോകുന്നതാണ്. അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് ഫുള്ള് പോകുന്ന തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതുവരെ വീഡിയോ കണ്ടവർക്ക് താങ്ക് യു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം, പിന്നെ ലൈക്കും ചെയ്യാം. എന്തെങ്കിലും കമൻറ്റ്, നല്ലത് അല്ലെ ചീത്തത് എന്തെങ്കിലും തടുക്കി. പിന്നല്ലേ ഈ വീഡിയോ ഞാൻ അറിയുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഞാൻ ആരെങ്കിലും ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എന്നെ ക്ഷമിച്ചോട്ടോ. ആൻഡ് ലാസ്റ്റ്ലി താങ്ക് യു ഫോർ വാച്ചിങ്.